കൃഷ്ണ ഗോവിന്ദ നാരായണ അമ്മേ ഭഗവതി ഗുരുവായൂരപ്പ. കണ്ടോ മോളെ, അവൻ ഈശ്വരനോട് കുശലം പറയുന്നേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. എന്റെ പരദൈവങ്ങളെ, അവന്റെ പ്രാർത്ഥന കേട്ട ജാതകാനം മാറ്റിയ എന്റെ മോള് കഷ്ടത്തിലാകും. എന്താ അമ്മായി? അല്ല, മോന്റെ കാര്യത്തിൽ ഒരു കണ്ണു വേണമെന്ന് അമ്മായി ഈശ്വരന്മാരിൽ പ്രാർത്ഥിക്കായിരുന്നേ. അയ്യോ, ഇത്രയും നല്ല മനസ്സുള്ള ഒരു അമ്മായിയെ കിട്ടിയത് എന്റെ ഭാഗ്യ. വിന്ധ്യ, എന്റെ വിന്ധ്യ, നിന്നെ ഞാൻ ഇതെവിടെയൊക്കെ അന്വേഷിച്ചു. വാക്ക് പറഞ്ഞാ വാക്കായിരിക്കണം, അല്ലാതെ നിന്നെ പോലെ മുങ്ങി നടക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിന് ഞാൻ എന്തിനാ മുങ്ങി നടക്കുന്നത്? നീ മറന്നു കളഞ്ഞു. എന്നാലും മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് ഈ സുമുഖിക്ക് മറക്കാൻ കഴിയോ? എന്റെ നീലിമ കുഞ്ഞെ കുറച്ച് നാളായി ഇവനോടൊന്ന് ചേരാൻ പറഞ്ഞിട്ട്. പറയുമ്പോഴൊക്കെ അമേരിക്കയിൽ നിന്ന് പെണ്ണ് വന്നിട്ട് ചേരാന്ന് പറഞ്ഞ് രക്ഷപ്പെടും. ഇന്ന് ഇവനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇൻഷുറൻസ് ചേർത്തിട്ട് തന്നെ കാര്യം. ഇവിടെ ആരും ഇൻഷുർ ഒന്നും ചെയ്യണ്ട. എന്റെ കൊച്ചെ, അങ്ങനെ പറയരുത്, മഹാഭാവാ. അല്ലേ വിന്ധ്യ? എന്റെ അമ്മായി ഒരു ഇൻഷുറൻസ് ഏജന്റ് വീട്ടിൽ കയറിയെന്ന് പറഞ്ഞ മഹാലക്ഷ്മി കയറുന്ന പോലെയല്ലേ? രോഗമായി വരാം, അപകടമായി വരാം. ഒരു ഉദാഹരണം പറയട്ടെ. അമ്മായി എന്റെ അടുത്തുനിന്ന് പോളിസി എടുത്തെന്ന് വെച്ചോ. വെച്ചിട്ട് നോമിനിയായി, അതായത് അവകാശിയായി രാജപ്പനങ്ങളുടെ പേര് വെച്ചെന്നും വെച്ചോ. വെച്ചു. നിസ്സാരമായ പോളിസി അടച്ച് 2 ദിവസം കഴിഞ്ഞ് അമ്മായിയുടെ കാറ്റ് പോയ രാജപ്പനങ്ങൾ രക്ഷപ്പെട്ടു. 1-2 രൂപയല്ല, 2 ലക്ഷം രൂപ എങ്ങനെ എണ്ണി വാങ്ങാൻ പറ്റുന്നത്? ചൂലേ, എന്റെ കാറ്റ് പോകുന്നോ? ഇറങ്ങടി പുറത്ത്. അല്ലമ്മായി, ഞാനൊരു ഉദാഹരിക്കണ്ട. പോടി. ഞാൻ ചത്താ 2 ലക്ഷം രൂപ അങ്ങേർക്ക് കിട്ടുമെന്ന്. കൊച്ചേ, ഒന്ന് വന്നേ. ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ മോളെ. കല്യാണത്തിന് മുമ്പേ ഇവന്റെ പേര് പോളിസി എടുക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചതാ. വേണ്ട അമ്മായി, എന്റെ പേരിൽ ഇപ്പൊ പോളിസി ഒന്നും വേണ്ട. അല്ല വിന്ധ്യ, കല്യാണം കഴിഞ്ഞ എല്ലാ ഭർത്താക്കന്മാരും ജീവൻ രക്ഷാ പോളിസി എടുക്കുന്നത് നല്ലതാ. എന്റെ മോളെ, ഇവൻ പറയുന്നൊന്നും കാര്യാക്കണ്ട. കാശ് ചെലവാകുന്ന കാര്യം ഓർത്തിട്ട് ഇവൻ പറയുന്നേ. മോള് ധൈര്യമായിട്ടെഴുത്. ഒരു 10 ലക്ഷം രൂപയുടെ പോളിസി ഇവന്റെ പേരില്. കാശ് എത്രന്ന് വെച്ചാൽ അമ്മായി തന്നോളാം. എന്നാ ഇപ്പൊ തന്നെ എഴുതാല്ലേ? എന്തിനാ സംശയിക്കുന്നേ? മോളെ എഴുതിക്കോ. അമ്മായി നോമിനി. ഒട്ടും സംശയിക്കണ്ട. അവകാശിയുടെ സ്ഥാനത്ത് വലിയ അക്ഷരത്തിൽ അമ്മായിയുടെ പേര് എഴുതിക്കോ. അല്ലേ മോനെ വിന്ധ്യ? വിന്ധ്യ വന്നേ പിന്നെ മമ്മിക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. ശരിയാ, ഇതുപോലുള്ള അമ്മായിമ്മമാരെ കിട്ടണമെങ്കിൽ സുഹൃതം ചെയ്യണം. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. നിന്റെ തലയിൽ ഒന്നുമില്ലെങ്കിലും വിവരമുണ്ട്. ഈശ്വര, മംഗളമാക്കി തരണേ. മോനെ കാക്കാലെ, കല്യാണത്തിന് നിനക്കൊരു സമ്മാനം വാങ്ങിത്തണമെന്ന് അമ്മായി ആഗ്രഹിച്ചതാ. അതെങ്ങനെയാ ചേർത്ത് പിടിച്ചതല്ലേ കല്യാണം നടന്നത്? അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഏതായാലും ഈ ബൈക്ക് നിനക്ക് സമ്മാനമായി തരുന്നതാ. മോനി ബൈക്കിന് ഓടിച്ചു നോക്കിയേ. എന്താണ് എന്റെ മരുമൻ ബൈക്ക് ഓടിക്കാൻ പോകുന്നത് ചിരിക്കുന്നേ? ബിന്ദിന്റെ അമ്മായി കുരുടന്റെ കയ്യിൽ മാങ്ങാ പറിക്കാൻ തോട്ടി കൊടുക്കുന്നത് പോലെ ഇവന്റെ കയ്യിൽ ബൈക്ക് കൊടുക്കുന്നത്. 1-2 വട്ടം ഇവന്റെ ബൈക്ക് കൊടുത്തൊന്ന് ഉരുട്ടാൻ പെട്ട പാട് ഇവന് തന്നെ അറിയാം. അയ്യേ, ബിന്ദിന് 2 വീലർ ഓടിക്കാൻ അറിയില്ലേ? അയ്യോ, ഇവര് വെറുതെ പറയുന്നതാ. എനിക്ക് ഓടിക്കാനൊക്കെ അറിയാം, പിന്നെ പ്രാക്ടീസ് അല്പം കുറവുണ്ടെന്ന് മാത്രം. അപ്പൊ കാര്യം എളുപ്പമായി. മോനെ, പ്രാക്ടീസ് കുറവാണെങ്കിൽ നീ ഓടിക്കാനൊന്നും നിൽക്കണ്ട. ഒന്നാമതിന്റെ സമയം ശരിയല്ല. സമയം ശരിയല്ലെന്ന് പറയാൻ നിങ്ങൾ ആരാ? ഫസ്റ്റ് ഗ്രേഡ് ജോലിച്ചോ? നല്ല കാര്യത്തിൽ ഉറപ്പിടുമ്പോ തടസ്സം പറയരുത്. മോനെ, തിരക്കുള്ള റോഡിൽ ഓടിച്ചു മോന്റെ മിടുക്കൊന്ന് കാണിച്ചു കൊടുക്കും. ഓടിച്ചു പുറകിൽ ഞങ്ങൾ കൂടെ ഇരിക്കാടാ. അപ്പൊ നിനക്കൊരു ധൈര്യമാവും. ഓടാവിടുന്നോ? അത് ശരിയാ, നിങ്ങളും കൂടി ചെല്ലേ മോനൊരു ധൈര്യമാകട്ടെ, അല്ലേ? വേണ്ട വേണ്ട, എന്റെ മോൻ തരിച്ചോടിക്കുന്ന കാണാൻ എനിക്കും എന്റെ മോക്കും ആഗ്രഹം. അല്ല മോളെ. അതെ. എന്താ ബിന്ദിന് പേടിയൊന്നുമില്ലല്ലോ? എനിക്ക് പേടിയൊന്നുമില്ല. എന്നാ പോയിട്ട് വാ. അച്ഛല്ലേ ചെല്ലു മോനെ. പാരി എടുക്കാൻ ഒരു കൊട്ട കൂടെ എടുക്കുന്നത് നന്നായിരിക്കും. ഒന്നും മിണ്ടായിരിക്കണം. തമാശ പറയുന്നതാ. എവിടെയാ സ്റ്റാർട്ടർ? മാറ്റിയേക്കാം, ഇല്ലെങ്കിലേ ഇത് റീത്തായി മാറും. പോട്ട് പോട്ട്. ഞാനുള്ളത് വഴി തങ്ങൂല എന്ന് പറയുന്നത് ശരിയാ. നീ വാടാ, നമുക്ക് പോവാം. ഹായ് മോളെ, നീയും കൂടെ ഒന്ന് പുറകെ പോ. ഒന്നുമില്ല, ഒരുമിച്ച് കഴിയുന്നവരല്ലേ. ചെല്ലേ പോ. അയ്യോ, കുഞ്ഞ് വണ്ടി കൊണ്ട് പോയോ? അല്ല, ബൈക്കിന്റെ കേബിൾ. എന്തിന്റെ കേബിൾ? ബ്രേക്കിന്റെ. അമ്മായി പറഞ്ഞിട്ടാ ഞാൻ ഊരിയത്. എന്റെ ഭഗവാനെ, വിന്ദിനൊന്നും സംഭവിക്കല്ലേ. അല്ല, ഇത് എവിടെ ഫിറ്റ് ചെയ്യണമെന്ന് മനസ്സിലായില്ല.
മനസ്സിലായി. കുറച്ചുകൂടി സ്പീഡിൽ പോ. ഡെഡ് ബോഡി കാണുന്നില്ലല്ലോ. ഞാനിവിടെ ഉണ്ട്. ഞാൻ പേടിച്ചു പോയല്ലോ. എന്തിന്? കാലൻ എന്നെ മോളിലേക്ക് വിളിക്കാനുള്ള സമയമൊന്നും ആയില്ല. ഞാൻ തന്നെ കാലിനെ കൊണ്ട് വിളിപ്പിച്ചോളാം. വല്ലതും പറഞ്ഞോ? അല്ല, എന്റെ ഭാഗ്യം കൊണ്ടാ വിന്ധ്യൻ രക്ഷപ്പെട്ടത്. എവിടെയാ മുറിഞ്ഞത് നോക്കട്ടെ. മുറിവോ? ഒരു പോറല് പോലും പറ്റിയിട്ടില്ല. പിന്നെ ഈ ചോര അങ്ങോട്ട് നോക്കിയേ, അത് കണ്ടാ? ഓ, ബൈക്ക് കയ്യിൽ കിട്ടിയാ ഇതാ എന്റെ കുഴപ്പം. ഞാൻ 150 കിലോമീറ്റർ സ്പീഡിലേ വിടൂ. ഓഹോ. ഓ അതിസമർത്ഥനായ ഇബ്ലീസിനെ പ്രസവിച്ച മൊഞ്ചുള്ള ഉമ്മ. എന്ത് ചെയ്യാം, എല്ലാം പടച്ചോന്റെ വിധി. ഓന്റെ നല്ല കാലം കാണാൻ ഉമ്മാക്ക് കഴിയാതെ പോകുമല്ലോ. എന്റെ മോൻ എന്ത് പറ്റി? അവൻ എവിടെ? അതറിയാനാ നമ്മൾ വന്നത്. ആ ഇബ്ലീസ് എവിടെ? സത്യം പറ. ഓനെ നമുക്ക് ഇപ്പൊ കാണണം. അറിയില്ല. നിങ്ങൾ ആരാ? നമ്മളാരാണ് നിങ്ങളറിയാൻ വഴിയില്ല. പക്ഷെങ്കിൽ ഓന്, ആ ഇബ്ലീസിന് നമ്മളെ നന്നായി അറിയാം. പിന്നെ നിങ്ങൾക്ക് നമ്മളാരാണെന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കൊച്ചു ചക്രവർത്തിയാ, അക്ബർ ഷാ. എന്തിനാ നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത്? ശിവപാലുമായി നിങ്ങൾക്ക് എന്താ കാര്യം? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യവുമില്ലാതെ നമ്മളിവിടെ വരില്ലെന്ന് നിങ്ങൾക്കറിയാലോ. ഞാനും ഇങ്ങളെ മോൻ ശിവപാലൻ തമ്മില് അല്ലറ ബിസിനസ് ഒക്കെ ഉണ്ട്. അതിന്റെ നേട്ടങ്ങളാ ഈ കാണുന്നതല്ല. ആദ്യം കാണിച്ച ഉഷാറ് ഓനിപ്പം കാണിക്കുന്നില്ല. ഷായ ആരാണെന്ന് ഓന് നന്നായി അറിയാം. ഈ ദുനിയാവിന്റെ ഏത് കോണിൽ പോയി വിളിച്ചാലും ഷായ അവനെ പൊക്കും. പിന്നെ ഈ മൊഞ്ചുള്ള ഉമ്മാക്ക് നമ്മളൊരു സമ്മാനം തരും. ആരമ്മന്റെ മയ്യത്ത്. എന്റെ സുഭദ്രാമേ, അവിടെ ഇപ്പോഴും പറയുന്നത് അത് തന്നെ. നിങ്ങളുടെ മകൾ ആദ്യം ആരെ വിവാഹം കഴിക്കുന്നോ അയാൾ 10 നാൾക്കകം മരണപ്പെട്ടിരിക്കും. എന്റെ ജോലിശരേ, ദിവസം 7 കഴിഞ്ഞു. ജലസമാധി ഉണ്ടാട്ടെ എന്ന് കരുതി എന്റെ മോളെയും കൂട്ടി ആ കാലമരണ വെള്ളച്ചാട്ടം കാണാൻ അയച്ചു. നെരയില്ലാ കുളത്തിൽ മുങ്ങി താന്നിട്ടും ദാ പയറ് പോലെ അവൻ തിരിച്ചു വന്നിരിക്കുന്നു. പയറുപോലെയല്ല, 2 പുഷ്പം പറിച്ചുകൊണ്ട് പുഷ്പം പൊലിഞ്ഞു വന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പറ്റാ കുരങ്ങന്റെ ഒരു തമാശ. അതും ഇതും പറഞ്ഞു നിൽക്കാതെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, എനിക്ക് തിരക്കുള്ളതാ. ബാങ്കിൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഇരുന്ന കാശെടുത്ത അപകടം ഉണ്ടാകട്ടെ എന്ന് കരുതി അവന് ഞാൻ ബൈക്ക് വാങ്ങിക്കൊടുത്തു. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? പണ്ട് എനിക്ക് നഷ്ടമായതല്ലാതെ ആ ചെത്തിയുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഉണ്ടായില്ല. ആ വകയിൽ ആമിൽത്താത്തയുടെ ആടിന്റെ വില 500 രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെ പോയാൽ അവൻ ചാവുന്നതിന് മുമ്പ് എന്നെ ശ്മശാനത്തിലേക്ക് എടുക്കേണ്ടി വരും ജോലിശരേ. അത് ഉറപ്പാ. ആരും ആരെ എങ്ങോട്ടും എടുക്കാൻ പോകുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ മരുമകൻ ചാവേണ്ടത് നിങ്ങളുടെ ആവശ്യം മാത്രമല്ല, അതിനേക്കാൾ ഉപരി എന്റെ ആവശ്യമാണ്. അച്ഛനപ്പൂപ്പന്മാർ തൊട്ട് ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന കബഡിദേവന്മാരുടെ അന്തസ് ഞാൻ മൂലം നഷ്ടപ്പെടാൻ സമ്മതിക്കില്ല. അവൻ ചത്തിട്ട് വേണം ഞങ്ങൾക്കൊരു 16 അടിയന്തരം നടത്തി പായസം കുടിക്കാൻ. ഒന്നും മിണ്ടാതിരിക്കടാ. മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്റെ 17ാം അടിയന്തരം നടത്തി ഞാൻ പായസം കുടിക്കും. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? അവൻ ചത്തു കിട്ടണം. എന്റെ മോളെ ആ പണക്കാര ചൊവ്വാലി കല്യാണം കഴിക്കണം. അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. ഇന്നേക്ക് 3-ാം ദിവസം അവന്റെ കാര്യം ക്ലോസ്. കബഡി തലേ വീണ് ചത്ത എന്റെ അച്ഛനാണ് സത്യം. അവിടെ വീണ് ചത്തതല്ലോ, നാട്ടുകാർ തല്ലിക്കൊന്നല്ലേ. മിണ്ടാതിരിക്കടാ ഞാഞ്ഞൂലേ. കാര്യം പറയട്ടെ, ജലസമാധിയും വാഹനാപകടവും നടക്കാത്ത സ്ഥിതിക്ക് ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, സർപ്പപൂജ. സർപ്പപൂജ നടത്തിയിട്ട് പാമ്പ് വന്നില്ലെങ്കിലോ? പാമ്പ് വരും, വന്നില്ലെങ്കിൽ വരുത്തും. നാളെ വെള്ളിയാഴ്ച, ആയില്യ നക്ഷത്രം, അമാവാസി നാൾ. നാളെ തന്നെ സർപ്പപൂജയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ.